ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി 2 നാളുകൾ മാത്രമാണ് ബാക്കി. അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ ഒരുക്കങ്ങളൊക്കെ സംബന്ധിച്ച് വിവരിക്കുന്നതിന് വേണ്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്, തിരക്കിട്ട മീറ്റിംഗുകൾ നടക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ? പൂർത്തിയായോ? എന്തൊക്കെയാണ്? അതാണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ഞങ്ങൾ ആദ്യം ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. രജിസ്ട്രേഷൻ 15-ാം തീയതി ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ അന്ന് 4864 പേരായിരുന്നു. ഞങ്ങൾ 3000 പേരെന്നാണ് പറഞ്ഞിരുന്നത്. 3000 പേര് മാത്രമേ നമുക്കിതിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ തുടക്കം മുതൽ രജിസ്റ്റർ ചെയ്ത് വന്ന ആദ്യത്തെ 3000 പേരെ നമ്മളതുകൊണ്ട് അങ്ങനെ ലിമിറ്റ് ചെയ്തു. അതിൽ ഏതാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 800 പേരുണ്ട്. ആന്ധ്ര, കർണാടക രണ്ടും, ആന്ധ്രയും തെലങ്കാനയും കൂടി ഏതാണ്ട് 850, കർണാടക 300, കേരളം 800, വിദേശത്തു നിന്ന് എല്ലാവരും കൂടി 250 അകത്ത്. അപ്പം അങ്ങനെ എല്ലാം ഓൺലൈനായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 3000 പേര് അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അവരെ പിന്നെ ഇൻവിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പമ്പയിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 3 സെക്ഷനാണ്. കൃത്യം 9:30 തന്നെ മുഖ്യമന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മുടെ ദേവസ്വം സെക്രട്ടറി ഇതിനെ സംബന്ധിച്ചൊരു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഇതിൻ്റെ ഒരു അപ്രോച്ച് പേപ്പർ അവതരിപ്പിക്കും. 3 വേദികളിലായി ശബരിമലയുടെ അടിസ്ഥാന വികസനം സംബന്ധിച്ചൊരു ചർച്ചകൾ നടക്കും. അതെ, അതായത് ഒന്ന് നമുക്ക് ശബരിമലയുടെ വികസനം മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വേദിയിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടൊരു ഒരു പ്രശ്നമുള്ളത്, നമുക്കവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു സംവിധാനത്തെക്കുറിച്ച് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രതിനിധികളുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മാതൃകകളുണ്ട്. അതവിടെ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എല്ലാവർക്കും അഭിപ്രായം നമുക്ക് എണീറ്റ് നിന്ന് പറയുവാൻ കുറച്ച് പേർക്ക് അവസരമുള്ളൂ. പക്ഷേ ഞങ്ങൾ കൃത്യമായ അതിൻ്റെ ഒരു ഫോളോ അപ്പ്, അതിന് ഒരു നോട്ടും അതിനൊരു ഫോർമാറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഗൂഗിൾ നോട്ടായിട്ട്, ഗൂഗിൾ സിസ്റ്റമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പരിഗണിക്കും. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 സെക്ഷനുകൾ മറ്റ് വേദികളിലായി. ഒന്ന് പിൽഗ്രിം ടൂറിസം, അതുമായി ബന്ധപ്പെട്ട്. കാരണം ശബരിമല ടൂറിസം, ശബരിമലയെയും മറ്റ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ടൂറിസവും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്, ആ ഒരു വലിയ ചർച്ചയാണ് അതിനകത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്. ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സീസണിലും വളരെ പ്രധാനമാണ്. ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പരാതികൾ വരാറുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ജേക്കബ് ന്യൂസ് സാറ്, ADGP, പിന്നെ ശ്രീജിത്ത്, IG അജിത ബീഗം, IT സെക്രട്ടറി, അങ്ങനെയുള്ള ആളുകൾ, പോലീസ് വിദഗ്ധരുടെയും ഒരു രീതി നേതൃത്വത്തിലാണ്. പിന്നെ ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്ന TCS ഉണ്ട്. TCS അതിന് ബന്ധപ്പെട്ട അധികാരികൾ. അങ്ങനെയാണ് ഈ 3 സെക്ഷനുകൾ. ഈ 3 സെക്ഷനും കൂടി ഒന്ന് അതിനൊരു കൺസോൾഡേറ്റ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഈ പരിപാടിക്ക് ശേഷം വാലിഡേറ്റീവ് ഫംഗ്ഷൻ അത് അവതരിപ്പിക്കും. അതിന് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി, എല്ലാ മേഖലയിലെയും ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി ആയിരിക്കും ഇത് ഫോളോ അപ്പ് ചെയ്ത് വികസനം മോണിറ്റർ ചെയ്ത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വികസനം സാധ്യമാക്കി മുന്നോട്ട് പോകുന്നത്. അതിൽ ദേവസ്വം വകുപ്പിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കൃത്യമായ വിലയിരുത്തലുകളും നേതൃത്വത്തിലുമായിരിക്കും ഇത് നടക്കുന്നത്. നമ്മൾ ക്ഷണിക്കപ്പെട്ട മറ്റ് പ്രതിനിധികളെ നമ്മൾ ക്ഷണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ്? അത് പൂർണ്ണമായി പുറത്തു നിന്ന് വരുന്നത് പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണോ, ഈ തീർത്ഥാടന കേന്ദ്രവുമായി അടുത്ത് നിൽക്കുന്നവരാണോ? അത് എങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത്? എന്തായാലും ശബരിമലയുടെ അടിസ്ഥാന വികസനവുമായി താല്പര്യമുള്ളവർ, ശബരിമലയിലെ നിരന്തരം വരുന്നവർ, അതിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ്. വിവിധ സാമുദായിക സാംസ്കാരിക കൂട്ടായ്മകൾ, അവരിൽ നിന്നും ഉള്ള ആളുകളെ തന്നെയാണ്. അടിസ്ഥാനപരമായി ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ, അവരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇതിന് ഉള്ള പന്തൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയോ? അതിൻ്റെ ഏത് അറ്റം വരെ ആയി എന്നുള്ളതാണ്. പന്തലിൻ്റെ പണിയൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 2 ദിവസം കൊണ്ട് 18-ാം തീയതി ഞങ്ങൾക്കത് പൂർണ്ണമായും പണി പൂർത്തിയായി കൈമാറുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ഈ ശബരിമല ക്ഷേത്രവുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ലഭിച്ചു. ആദ്യഘട്ടത്തിൽ ചെറിയ വിയോജിപ്പുകൾ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഉന്നയിച്ചത്, പ്രധാനമായും പ്രതിപക്ഷം. പക്ഷേ അവർ അതേ കടുത്ത നിലപാടിൽ ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. പ്രതിപക്ഷമൊക്കെ നേതാക്കളൊക്കെ പറയുന്നത് പങ്കെടുക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല, അവർ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്ന കാര്യമാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ? അല്ല, ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിലേക്കൊരു പോസിറ്റീവായ ചർച്ചയും വന്നിട്ടില്ല. ഇനിയും സമയമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇനിയും അതിൽ പിടിവാശിയൊന്നുമില്ല. വീണ്ടും ഇതെല്ലാം ഞങ്ങളോട് സഹകരിക്കണം. ഈ ഇതൊക്കെ മാറ്റി ഞങ്ങളോട് സഹകരിക്കണം. ഇത് ശബരിമലയുടെ വികസനമാണ്. ഈ ശബരിമലയുടെ വികസനത്തിൻ്റെ ഒരു പ്രധാനമുള്ളത്, ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൻ്റെ വികസനമെന്ന് പറഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു 1200 ക്ഷേത്രങ്ങളുടെ പൊതുവെയുള്ള വികസനമാണ്. അതാണത് കാണേണ്ടത്. അപ്പം എന്തുകൊണ്ട് ശബരിമല എടുത്തു എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരുന്നതാണ്. അതൊരു വലിയ ആത്മീയ കേന്ദ്രമാണ്. കാരണം മത സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും മതമൈത്രിയുടെയും ഒരു സന്ദേശമാണ് ലോകത്തിന് മുഴുവൻ ഈ ശബരിമല പ്രസരിപ്പിക്കുന്നത്. അപ്പോൾ അവിടേക്ക് അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ അങ്ങനെ ഒരു ക്ഷേത്രം. കാരണം വർഗം, വർണ്ണം, വേഷം, ഭാഷ ഇതൊന്നും പ്രശ്നമല്ല. അവിടെ വിശ്വസിച്ച് വരണം. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പ്രധാനമാണ്. അവിടെ വന്ന് ലക്ഷോപലക്ഷം ആളുകൾ വരുന്നു. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും ശബരിമല ഒരു വളരെ ലക്ഷോപലക്ഷം ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും വരുമാനം ഉണ്ടാവുള്ളൂ. ആ വരുമാനം നമുക്ക് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വിനിയോഗിക്കണം. ഒപ്പം തന്നെ അതിൻ്റെ ഒരു വിഹിതം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു പരിധിവരെ 1000 ക്ഷേത്രം എന്ന് പറയാം. ഈ 1000 ക്ഷേത്രത്തിൽ തിരി തെളിഞ്ഞു പോകുന്നത് ഭഗവാന്റെ മുന്നിൽ ആ തിരി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾ വീണ്ടും ക്ഷണിക്കാൻ തയ്യാറാണ്. മാറ്റിവെച്ച് ഈ ആഗോള അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കണം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് എന്നും പൊതുവായി അഭ്യർത്ഥിക്കാറുള്ളത്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ദേവസ്വം ബോർഡ് നടത്തുന്നതല്ല, സർക്കാർ നടത്തുന്നതാണ്. എന്തിന് ഈ അവസാന ഘട്ടത്തിൽ, ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ മാസ്റ്റർ പ്ലാനുമായി വരുന്നു എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അതായത് ഇത് എത്രയോ സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് ശബരിമലയിലെ വികസനം സാധ്യമാക്കിയതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു തുടർച്ചയാണ്, എല്ലാം തുടർച്ചയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഏതാണ്ട് വലിയ വികസനമാണ് അവിടെ സാധ്യമായിട്ടുള്ളത്. ഒരുപാട് സർക്കാരുകളുടെ കാലം മുതലേ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത് വരികയാണ്. പക്ഷേ ഒടുവിൽ ഇപ്പോഴാണ്, ഒരു 4 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഉന്നത വികസന സമിതിയുണ്ട്, ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് തയ്യാറാക്കിപ്പിച്ച ഒരു മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് അംഗീകരിക്കുന്നത് 4 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എത്രയോ സർക്കാരുകൾ മാറി മാറി വന്നു, ഇപ്പോഴാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മാസ്റ്റർ പ്ലാൻ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഇത്. ഞങ്ങൾ പ്ലാറ്റിനം ജൂബിലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗപ്പൂരിലെ ഭക്തന്മാരുടെയൊക്കെ ആവശ്യപ്രകാരം ഇപ്പോൾ നമ്മൾ ഇത് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായി അതിൽ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നെ ഈ സർക്കാർ നേതൃത്വം സഹായിക്കുന്നു പറയുന്നത് ഒരു പുതുമയല്ലല്ലോ. എത്രയോ കാലങ്ങളായി ശബരിമലയുടെ പിന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവം അതായിരുന്നല്ലോ പ്രധാനം. ആ മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ് നേതൃത്വത്തിലാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായാലും അതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും അത് അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം 70 ദിവസം സർക്കാരിൻ്റെ സഹായമില്ലാതെ ഒരു 10-60 ലക്ഷം ആളുകൾ വരുന്നത് 70 ദിവസമാണെന്ന് ഓർക്കണം. ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം സംഘടിപ്പിക്കാൻ സാധിക്കൂ. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 70 ദിവസം കഴിഞ്ഞു പോയ മണ്ഡല മഹോത്സവം 70 ദിവസം എന്ത് മനോഹരമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി മാത്രം അതിനുവേണ്ടി 2 മീറ്റിങ്ങുകൾ വിളിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വിവേൻ വാസവൻ എത്ര മീറ്റിംഗാണ് വിളിച്ചത്, ഓരോ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതിനെടുത്തൊരു എഫർട്ട് നമ്മൾ കാണണ്ടേ. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്, UDF-ൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ്. അതിലൊരു പുതുമയൊന്നുമില്ല, അത് ചുമ്മാ പറയുന്നതാണ്. അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. സർക്കാരിൻ്റെ ഒരു സഹായം ദേവസ്വം ബോർഡ് നടത്തുന്നു, സർക്കാരിൻ്റെ ഒരു സഹായം, അതിലൊരു പുതുമയുള്ള കാര്യമല്ല. ഇത് കേവലം രാഷ്ട്രീയപരമായ ഒരു ആരോപണം മാത്രമാണ്. അത് ഇപ്പം നമ്മളിതൊക്കെ സംഘടിപ്പിച്ചത് ഇലക്ഷനിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പുതുതായി സർക്കാർ എന്തോ സഹായിക്കുന്നു, സർക്കാർ ദേവസ്വം ബോർഡ് ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയപരമായ ഒരു ആരോപണം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
താങ്ക് യു. തിരക്ക് പിടിച്ച സമയമാണ്. അവസാനഘട്ട മീറ്റിങ്ങുകൾ നടക്കുന്നു. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോവുകയാണ്. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. ശബരിമലയുടെ വികസനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാക്കുന്ന നിർണായകമായ ഒരു ആഗോള അയ്യപ്പ സംഗമമാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾക്കിടയിലാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.